വിവേകാനന്ദൻ വൈറലാണ്. സിനിമ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഷൈൻ ടോം ചാക്കോയുടെ 100ാമത്തെ ചിത്രം. പടം കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് ആണ് എനിക്ക് തോന്നിയത്. അതായത് കമൽ എന്ന സംവിധായകൻ്റെ ഇതിനു മുമ്പുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർത്തും ഡിഫറെൻ്റായ ഒരു സിനിമ. അതായത് ഒരു ന്യൂ ജനറേഷൻ സിനിമ, അങ്ങനെ വേണം വിവേകാനന്ദൻ വൈറലായിട്ട് കാണേണ്ടത്. പിന്നെ ഈ പടത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ പടത്തിൽ അഭിനയിച്ചുള്ള എല്ലാവരും, അതായത് ഷൈൻ ടോം ചാക്കോ മാത്രമല്ല, ഷൈൻ ടോം ചാക്കോയുടെ നായികമാരായിട്ട് അഭിനയിച്ചാണ് മറ്റേ സ്വാസിക, അതേപോലെ ഗ്രേസ് ആൻ്റണി, അതേപോലെ മെറീന. അത് നായികയല്ല, എന്നാലും മെറീനയും അഭിനയിച്ചിട്ടുണ്ട്. 3 പേരും നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു പോരായ്മ എനിക്ക് തോന്നി ഈ പടത്തിന്. അത് കമലിൻ്റെ മുമ്പത്തെ പടങ്ങളിൽ നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പടത്തിൽ അതൊന്നും കണ്ടില്ല. അതായിരിക്കും ചിലപ്പോൾ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത്. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നിയത്. ആക്ടിംഗ് മിസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെ. അതായത് ഷൈൻ ടോം ചാക്കോനേക്കാളും കൂടുതൽ മിന്നിച്ച് നിൽക്കുന്നത് ഇവർ തന്നെയാണ്. പിന്നെ പടത്തിനെ കുറിച്ച് ഇല്ല, എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാവുന്നൊരു സംഭവമുണ്ട്, ഒരു വൺ ടൈം വാച്ചബിൾ. അതായത് വിവാഹശേഷം ഉണ്ടാവുന്ന ദാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് കാട്ടുന്നുണ്ട്. അപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്തായാലും കണ്ടു നോക്ക്. എനിക്കെന്തായാലും കുഴപ്പമില്ലെന്ന് തോന്നി. ശരി.